ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ അവൾ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തരും എന്ന പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകന്റെ ഭാര്യയായി ഇനി ഈ വീട്ടിൽ അവള് വേണ്ട എന്ന് തന്നെയാ എന്റെ തീരുമാനം. താൻ വിഷമിക്കണ്ട, അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. തനിക്ക് മോളെ കണ്ട പോരെ? അത് ഞാൻ ഏറ്റു. ആ ഹലോ സന്ധ്യജി. സച്ചി പറഞ്ഞ പേഷ്യന്റ് ഞാൻ കണ്ടെത്തി. വാർഡ് നമ്പർ 5 വരൂ, ഞാൻ കാണിച്ചു തരാം. ശരി സന്ധ്യജി. ശരി. സന്ധ്യച്ചെന്തിനെ വിളിച്ചു? അത് അറിയില്ല, ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്താ ഞങ്ങളെ ചേച്ചി ഡിവോഴ്സ് ഒപ്പിട്ട് തന്നോ? അച്ഛൻ അവധിയെടുത്തി കണ്ടില്ലേ? അല്ല, ഇനി അവരെന്തിനാ ഈ ഏട്ടത്തിൽ നിന്നൊക്കെ വിളിക്കുന്നത്? ആ ബഹുമാനൊന്നും അവന്തിക അർഹിക്കുന്നതേ ഇല്ല. എന്തു പറ്റിയച്ചാ? അവന്തിക ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നില്ലേ? മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. അച്ഛാ, അവരച്ഛനോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അച്ഛനോട് അവന്തിക ഒരിക്കലും മോശമായിട്ട് സംസാരിക്കില്ല. കാരണം അച്ഛന്റെ കാല് പിടിച്ചാൽ മാത്രമേ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റൂന്ന് അവന്തികയ്ക്ക് നല്ലതുപോലെ അറിയാം. അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റാനോ? അത് നടക്കില്ല. അവരിപ്പോ ഈ വീടിന്റെ ശത്രുവാ. അവന്തികയോട് ഞാൻ സംസാരിച്ചു. ഡിവോഴ്സ് പെറ്റീഷൻ അവൾ ഒപ്പിടില്ല. നന്ദനെയും ഈ കുടുംബത്തെയും എത്ര ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിക്കാനാ അവളുടെ തീരുമാനം. ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നന്ദേട്ടന്റെ ജീവിതം മാത്രല്ല, ഈ വീടിന്റെ സമാധാനം കൂടിയാ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ എല്ലാവരും സഹിച്ചു. ഇനി അതെന്തായാലും പറ്റില്ല. നന്ദേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവരെന്തായാലും ഒഴിവാക്കിയേ പറ്റും. ശത്രുവിന്റെ നാശം കാണാൻ ഏതറ്റം വരെയും പോകുന്ന സ്വഭാവം അവന്തികയുടേത്. അച്ഛൻ ചെന്ന് സംസാരിച്ചിട്ടും ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവരിനിയും ഈ വീടിനെയും നന്ദേടനെയും ദ്രോഹിക്കുന്നുള്ളത് തന്നെയാ. ഞാൻ പോയി അവരോട് സംസാരിക്കാം. എന്ത് ചെയ്തിട്ടായാലും
ഡിവോഴ്സ് പെറ്റീഷനിലും അവരെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് വരാം. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ വിചാരിക്കുന്ന ആളല്ല നിന്റെ ചേച്ചി. അവളുടെ മനസ്സിൽ ഈ വീടിനോടും എന്നോടുമുള്ള പകയും പ്രതികാരവും മാത്രം. എന്തൊക്കെയായാലും അവരെന്റെ ചേച്ചിയാണല്ലോ. വേണമെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ, എന്നാലും ഞാൻ പോകും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും വരാം. നീ തനിയെ പോണ്ട. ഈ വീടിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങൾ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവൾ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തരും എന്ന പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകന്റെ ഭാര്യയായി ഇനി ഈ വീട്ടിൽ അവള് വേണ്ട എന്ന് തന്നെയാ എന്റെ തീരുമാനം. ആര് പേഷ്യന്റ്? ലക്ഷ്മിയുടെ ബന്ധുവാണോ? സച്ചി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ബന്ധു എന്നാ പറഞ്ഞത്. വാ, കാണിച്ചു തരാം. ദാ, അങ്ങോട്ട് നോക്ക്. എവിടെ? ആ കട്ടില് ഡ്രിപ്പിട്ട് കിടത്തിരിക്കുന്ന പേഷ്യന്റിനെ കണ്ടില്ലേ? അതാണ് ലക്ഷ്മി പറഞ്ഞ പേഷ്യന്റ്. അതെ, ലക്ഷ്മി തന്നെയാണ് ആ പേഷ്യന്റ്. ലക്ഷ്മി സച്ചിൻ തമ്മിൽ എന്താ ബന്ധം?